അടുത്തൊരു സംഭവം വന്നിട്ടുണ്ട്. ഒരു പെണ്ണ് കൈ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു പെണ്ണ് വന്നു ആയിഷ ബീവിന്റെ അടുത്ത് റളിയല്ലാഹു തആല അൻഹ. കൈ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അതിന് കൂടുവോ, എന്തെങ്കിലും കൈയിൽ നിന്ന് പിന്നാലെ കൂടുന്നുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ കൈ ഇങ്ങനെ, കയ്യിന് എന്ത് പറ്റി, കൈ അങ്ങോട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പറഞ്ഞു, ആയിഷ ബീവി, ഇതിന്റെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന അബീ കാന റജുലൻ സംഹാ, എന്റെ വാപ്പ വളരെ ദാനശീലമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ദാനം ചെയ്യുന്ന ആളാണ്. വഇന്നീ റഅയ്തു ഫിൽ മനാം, എന്റെ സ്വപ്നത്തിൽ ഞാൻ എന്റെ വാപ്പയെ കണ്ടു. വാപ്പയുടെ അരികത്ത് ഒരുപാട് ആളുകൾ, അവരുടെ അരികത്ത് മനോഹരമായ ഒരു ജലാശയമുണ്ട്. അതിൽ നിന്ന് അവരങ്ങനെ കുടിക്കുകയാണ്. അവിടെ വരുന്നവർക്ക് കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കുക. ഇപ്പൊ വാപ്പാനെ ഞാൻ കണ്ടവിടെ, വാപ്പ ഒരുപാട് ആളുകളുടെ കൂടെ വലിയൊരു ജലാശയത്തിൽ ആയിരക്കണക്കിന് കോപ്പകൾ അത് അവര് കുടിക്കുന്നുണ്ട്, വരുന്നവർക്ക് കുടിപ്പിക്കുന്നുണ്ട്. ഉമ്മ എവിടെയെന്ന് ഞാൻ വാപ്പയോട് ചോദിച്ചു. അയിന ഉമ്മി, വാപ്പ നമ്മുടെ ഉമ്മ എവിടെ, ഉമ്മി മരിച്ചിട്ടുണ്ട്, ഉമ്മ എവിടെയെന്ന് ചോദിച്ചു. വാപ്പ പറഞ്ഞു, നോക്ക് എന്ന് പറഞ്ഞു. ഉന്തുരി, ഉമ്മാനെ നോക്കുമ്പോ ഉമ്മാന്റെ അരികത്ത് ഒരു ചെറിയൊരു തുണി കഷ്ണേ ഉമ്മാന്റെ ദേഹത്തുള്ളൂ, ചെറിയൊരു കഷ്ണത്തിൽ ഇരിക്കുകയാണ്. വാപ്പ പറഞ്ഞു, ഉമ്മ തീരെ സ്വതക്ക ചെയ്യാത്ത ആളല്ലേ, ഒരു തുണിക്കഷ്ണം ആർക്കോ കൊടുത്തിട്ടുണ്ട് സ്വതക്ക, അതേ ഇപ്പൊ ദേഹത്തുള്ളൂ. പിന്നെ അന്ന് ആടിനർത്ഥപ്പോ ഒരല്പം നെയ്യിന്റെ കഷ്ണം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ദേഹത്ത് പറ്റിപ്പിടിച്ചു, അത് പിന്നെ ചൂട് കൊണ്ട് അങ്ങ് ഒലിച്ചു പോയിട്ടുണ്ട്. ഇതല്ലാതെ ഉമ്മാക്കിന് വേറൊന്നുമില്ല. വഹിയ അതുഷാ, ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ്. ഉമ്മ പറയുന്നുണ്ട്, വാ അതുഷാ, സ്വതക്ക കൊടുക്കാൻ സമ്മതിക്കാത്തൊരു ഭാര്യ. ഭർത്താവ് സ്വതക്ക കൊടുക്കുന്ന ആളാണ്, ഭാര്യ സമ്മതിക്കൂല. കീറിപ്പറഞ്ഞൊരു വസ്ത്രേ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനത്തെ പിഷ്കന്മാരൊക്കെ ഉണ്ടാവുക. ഈ പിഷ്കന്മാരെ കണ്ട ദേഷ്യമാണെന്നാ, അതാണ് ഈ പിഷ്കിന്റെ അവസ്ഥ. പിഷ്കന്മാർക്ക് തന്നെ പിഷ്കന്മാരെ പിടിക്കണില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് അള്ളാഹ് പറയണത്. ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞൊരു ഭാര്യയുടെ അനുഭവമായി പറയുന്നത്. ഉമ്മ പറയാണ്, വാ അതുഷാ, ദാഹണ്ട് മോളെ. അപ്പൊ ഞാൻ ആ ജലാശയത്തിൽ നിന്നൊരു കോപ്പ വെള്ളം എടുത്തിട്ട് ഉമ്മാക്ക് കുടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരാൾ വിളിച്ചു പറയാ, മൻ സഖാഹാ ഐബസല്ലാഹു യദഹ്, ആരാണോ ഈ പെണ്ണിന് വെള്ളം കൊടുക്കുന്നത് അവരുടെ കൈ അല്ലാഹു ഉണക്കി കളയട്ടെ, ഉണക്കട്ടെ എന്നിവിടെ ദുആ ഇരിക്കുന്നു. ഉമ്മാക്ക് ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്തു. രാവിലെ നോക്കുമ്പോൾ എന്റെ കൈ ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഡ്രൈ ആണ് ഈ കൈയുമായി വന്നു ആയിഷ ബീവിന്റെ അരികത്തേക്ക് റളിയല്ലാഹു തആല അൻഹ, സ്വഹാബിയത്തിനെ കാണിച്ചു കൊടുക്കാൻ. സ്വപ്നത്തിലാണ് നടന്നത്, പക്ഷെ ഭൗതിക ലോകത്തിൽ സംഭവിച്ചു. വേറൊരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു തആല തന്നെ വന്നിട്ടുള്ളത്. സഈദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ആയിഷ ബീവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്ന് അങ്ങനെ പറയാ, നുണ പറയുന്ന പെണ്ണായിരുന്നു. അതാണ് ഏറ്റവും വലിയ രസം. ആ പെണ്ണ് എന്താ പറഞ്ഞത്? ബായഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? ഞാൻ ശിർക്ക് ചെയ്യില്ലെന്നും മോഷണം ചെയ്യില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും മക്കളെ കൊല്ലുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു പറയുന്നുണ്ട്, യുബായിഅനക അല്ലാ യുശ്രികന ബില്ലാഹി വലാ യസ്രിഖന വലാ യസ്നീൻ വലാ യഫ്തിരീന ബൈന ഐദീഹുന്ന വഅർജുലുഹുന്ന. സൂറത്തുൽ മുംതഹിനിൽ പറഞ്ഞ 5 കാര്യങ്ങൾ, ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞതെല്ലാം ചെയ്തു വിട്ടിട്ടുണ്ട്. ആയിഷ ബീവി, റബ്ബി, എന്റെ പടച്ചോനാണെങ്കിലോ എനിക്ക് കാര്യമായ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. വല്ലാഹി ലാ യുഅദ്ദിബുനില്ല, അല്ലാഹനെ തന്നെയാണ് സത്യം, അല്ലാഹു എന്നെ ശിക്ഷിക്കൂല. ഇങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞു പോയി ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ മുമ്പിൽ. ഇതൊക്കെ പറഞ്ഞു നുണയായിരുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അവള് വ്യഭിചരിച്ചിട്ടുണ്ട്, അവര് മക്കളെ കൊന്നിട്ടുണ്ട്, അവള് മോഷണം ചെയ്തിട്ടുണ്ട്, ശിർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവിന്റെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിക്ക് ഞാൻ വാക്കുകൊടുത്ത് ഞാൻ വളരെ ഉഷാറായിട്ട് അതൊക്കെ ചെയ്തു പോരുന്നുണ്ട്, ഇനി എന്നെ അള്ളാഹു ശിക്ഷിക്കൂല. എന്താണ് ആ ധൈര്യം പടച്ചോനെ? പിറ്റേന്ന് ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവിയും സ്വഹാബികത്തുകളും മുഴുവൻ കണ്ടത് മുഖത്ത് 5 വിരലിന്റെ പണ പിടച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്,
എന്തേന്ന് ചോദിച്ചു ആയിഷ ബീവി. ഞാൻ ഈ ഡയലോഗൊക്കെ നിങ്ങളോട് ഒന്ന് പറഞ്ഞു പോയില്ലേ ഇന്നലെ രാത്രി എന്റെ അരികത്തേക്കൊരു മലക്ക് വന്നു. നീ മാന്യമായ വസ്ത്രം ധരിക്കാതെ പുറത്ത് ഇറങ്ങി നടന്നിരുന്നവളല്ലേ? മലക്ക് ചോദിക്കാം. അള്ളാഹു പറഞ്ഞ വേഷം ധരിക്കാതെ നീ ഇറങ്ങി നടന്നവളല്ലയോ? നിന്റെ സൗന്ദര്യം നീ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നവളല്ലേ? നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തടഞ്ഞു വെക്കുന്നവളല്ലേ? അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവളല്ലേ? ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവളല്ലേ പെണ്ണേ നീയേ? എന്നിട്ട് ആ മലക്ക് കയ്യിന്റെ 5 വിരലുകൊണ്ട് എന്റെ മുഖത്തേക്കൊരു പെടപെടച്ചു. എന്നിട്ട് പറഞ്ഞു, 5 തെറ്റുകളാണ് നീ ചെയ്തത്, 5ന് പകരം 5 കടക്കട്ടെ എന്നോട് പറഞ്ഞു. 6 തെറ്റ് നീ ചെയ്താൽ 7 നീ വിളിച്ചു പറഞ്ഞാൽ 7 അടയാളങ്ങൾ നിന്റെ മുഖത്ത് പതിയുമെന്ന് പറഞ്ഞു. നേരം പുലർന്നു നോക്കുമ്പോൾ ആയിഷ ബീവി ഈ വിരലിന്റെ അടയാളം എന്റെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. നടന്ന സ്വപ്നത്തിലാ. ഇതൊക്കെ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. റൂഹിൽ ഇടപെടുകയാണ്. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുഅത്തയുടെ കിതാബുൽ മുഅത്ത, ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ് മുഅത്ത. ഇമാം ദാരിൽ ഹിജ്റ, മദീന കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ആലിമ മദീന, യംലഉ തിബാഖൽ അർദ് ഇൽമ എന്ന് പറഞ്ഞ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ പറയാണ്. യഅഖൂബ് ബിൻ അബ്ദുല്ലാഹി ബിൻ അശ്അജ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും പ്രഗൽഭനായ ഖൈറായ ഒരു മനുഷ്യനാണ് യഅഖൂബ് ബിൻ അബ്ദുല്ലാഹ് ഇബ്നുൽ അശ്അജ് റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിൽ പോയി ഷഹീദായ ആളാണ്. യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് ഉറങ്ങിക്കിടന്ന മഹാൻ അവര് തന്റെ കൂട്ടുകാരോട്, അവരെന്ന് കപ്പലിലായിരുന്നു, കപ്പലില്ല യാത്ര ചെയ്തു പോകണം. സുബ്ഹാനല്ലാഹ്, അവിടെ കരയിലെത്തിയിട്ട് അവിടെ യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്. കപ്പലിൽ അവർക്ക് വെള്ളമേ ഉള്ളൂ, പാലൊന്നും കുടിക്കാനില്ല. അങ്ങനത്തെ ഒരു സന്ദർഭം. കപ്പലിൽ കടന്നവർ വിശ്രമിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ മഹാനായ യഅഖൂബ് ബിൻ അബ്ദുല്ലാഹി ഇബ്നുൽ അശ്അജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം തന്റെ കൂട്ടുകാരോട് അവർ പറഞ്ഞു കൊടുത്തു, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു. കഅന്നി ഉദ്ഖിൽതുൽ ജന്ന, എന്നെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ച പോലെ. ഫസുഖീതു ലബന, എനിക്ക് പാല് കുടിക്കാൻ തന്നു. സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കാൻ തന്നു. എന്നിട്ട് ഒന്ന് ഛർദിച്ചു നോക്കി ബഹുമാനപ്പെട്ടവർ. യഅഖൂബ് റളിയല്ലാഹു അൻഹു ഛർദിച്ചു നോക്കി. ഫഖാഅൽ ലബൻ, ഛർദിച്ചത് പാലായിരുന്നു. ഉലമാ പറയുന്നു, ആ സ്വപ്നത്തിൽ അവരെ കണ്ട സമയം ബഹുമാനപ്പെട്ടവർ ഛർദിച്ചത്, ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തത് അവർ കപ്പലിലായിരിക്കയാ. വമാ ഫിസ് സഫീനത്തി ലബനുൻ വലാ ഷാത്ത്, അന്ന് കപ്പലിൽ ഒരു പാല് കൊടുക്കുന്ന ആടോ പാലോ കപ്പലിൽ ഇല്ലായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതാ, പക്ഷേ പ്രത്യക്ഷത്തിൽ കണ്ടു. ഇത് രേഖപ്പെടുത്തിയത് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു. തഅ്സീറുർ റൂഹ് ബിർറൂഹ്, മഹാനായ നാഫിഅ റളിയല്ലാഹു അൻഹു അൽ ഖാരി, പ്രസിദ്ധനായ നാഫിഅ എന്നവർ, ആസിം എന്നവരുണ്ട് നമ്മുടെ ഖാരിഈങ്ങൾ, ഖുറാഉസ് സബഈൽ. മഹാനായ നാഫിഅ റഹിമഹുല്ലാഹ് ഏറ്റവും മനോഹര ഖുർആനിന്റെ തിലാവത്തിന്റെ ഇമാമിയങ്ങളിൽ, ഖുർആൻ ഓതുന്ന ഖുർആനിന്റെ ഇൽമിൽ ആലിമാണ് മഹാനായ നാഫിഅ റളിയല്ലാഹു അൻഹു. എപ്പോഴും വായയിൽ നിന്ന് നല്ല സുഗന്ധം വരും, നല്ല സുഗന്ധം. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോ സുഗന്ധം പൂശിയിട്ടാണോ ഖുർആൻ ഓതാൻ വരാറുള്ളത്? അവര് പറഞ്ഞു, യാ അല്ലാഹ്, ഞാൻ സുഗന്ധം തൊടാറേ ഇല്ല, അതിനടുത്തേക്ക് പോലും പോകാറില്ല. എന്തേ പിന്നെ നിങ്ങൾ വല്ലാത്ത സുഗന്ധം മണക്കുന്നുവല്ലോ? നാഫിഅ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ വഹുവ യഖറഉ ഫീ ഫമി, എന്റെ വായയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓതി തന്നിട്ടുണ്ട്, ഖുർആൻ ഓതി തന്നു, എന്റെ വായയിലേക്ക് ഓതി തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമിൻ ദാലികൽ വഖ്ത്, ആ സമയം മുതൽ എന്റെ വായയിൽ യുശമ്മു മിൻ ഫിയ ഹാദിഹി റായിഹ, ഈ സുഗന്ധം എന്റെ വായയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സ്വപ്നം കണ്ടതിൽ പിന്നെ ആര്?
ഖിറാഅത്തിന്റെ ഇമാം നാഫിഅ് റളിയല്ലാഹു തആല അൻഹു. തഅ്തീറുർ റൂഹ് ഫിർ റൂഹ്, ഒരു റൂഹ് മറ്റൊരു റൂഹിൽ ചെയ്യുന്ന പ്രതിഫലനം ഉലമാ രേഖപ്പെടുത്തുകയാണ്. ഇത് മോശപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പന്നി മാംസം വായിൽ 2 മാസത്തോളം മണത്ത് നടന്ന ആളുണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ വഴി വരാൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. മുഅ്മിനീങ്ങളെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബ്. ഞാൻ ഈ സംഭവം വിവരിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടെ അതിന്റെ ഇടയിലേക്ക് ചേർത്ത് പറയാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിങ്ങനെ പറയാണ്, ഹഫ്സ ബീവിന്റെ ആങ്ങളെയാണല്ലോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ മകളാണ് ആര്? ഹഫ്സ ബീവി. ഹഫ്സ ബീവി ആരാ? അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തൊരു ചരിത്രമുണ്ട്. സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് എന്നാണ് എൻ്റെ ഓർമ്മ, സ്വഹീഹായ ഹദീസാണ്. അള്ളാഹിന്റെ റസൂൽ എന്നും നേരം വെളുത്താ ചോദിക്കും, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നോക്കണം അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യം, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പൊ സ്വഹാബികൾ കഥ പറയും. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും, നബി തങ്ങൾ അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅ്വീൽ റുഅ്യ. ഇബ്നു ഉമർ തങ്ങൾ പറയാ, പടച്ചോനെ എനിക്കൊരു സ്വപ്നം എന്ന് കണ്ടാൽ എത്ര റാഹത്ത്, ഒന്ന് പറഞ്ഞു കൊടുക്കാനേ, ഒരു സ്വപ്നം കാണണ്ടേ? എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കാലങ്ങളായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടില്ല. ചിലർ സ്വപ്നം കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടാറില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പടച്ച തമ്പുരാനെ, സ്വപ്നം വരണ്ടേ, എന്താ ഇപ്പൊ ചെയ്യാ, ആയിക്കോട്ടെ. ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ കൊതിച്ചു. ഒരു ദിവസം പള്ളി മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹ് നിന്റെ പള്ളിയിലാണ് ഞാൻ കിടന്നുറങ്ങണത്. പള്ളിയിലെന്ന് ഉറങ്ങിയിട്ടുണ്ട് സ്വഹാബിമാർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പള്ളി കിടന്നിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, ഇന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചു തരണം പടച്ചോനെ. അള്ളാഹിന്റെ റസൂൽ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? ആര് ചോദിച്ചു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അന്നൊരു സ്വപ്നം കണ്ടു. എന്താ കണ്ടെന്നറിയോ? മരിച്ചുപോയി. 2 മലക്കുകൾ വന്ന് പിടിച്ചുകൊണ്ടുപോവാ. 2 മലക്കുകൾ എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് നരകം ഇങ്ങനെ കാണിച്ചു. നരകം ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അവിടെ എനിക്ക് പരിചയമില്ല കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പേടിച്ചു. അപ്പൊ വേറൊരു മലക്ക് വന്നു, എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു. ഇത് കണ്ടപ്പോ പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഓടിച്ചെന്നു ഹഫ്സ പെങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കണം, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇന്നതാ സ്വപ്നം. പെങ്ങളോട് പറഞ്ഞു കൊടുത്തു. പെങ്ങൾ അള്ളാഹിന്റെ റസൂലിനോട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, നബിയെ ആങ്ങളെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോലോ. നബി തങ്ങൾ പറഞ്ഞു, നിഅ്മർ റജുൽ, നല്ല മനുഷ്യനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, നല്ല ചെറുപ്പക്കാരനാ. ലൗ കാന യുസല്ലി ബില്ലൈൽ, 2 റക്അത്ത് തഹജ്ജുദെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആള് ബെസ്റ്റായി പോയി. സ്വപ്നൊക്കെ എന്താ പറഞ്ഞു? നരകം കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തില്ലട്ടോ എന്നാ. നരകം പോലും കാണാതെ സ്വർഗത്തേക്ക് പോകണം, അതിന് 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിക്കാൻ പറയണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, അതിന് ശേഷം ഞാൻ 2 റക്അത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് ഉറക്കത്തെഴുന്നേറ്റ് നിസ്കരിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോയിട്ടില്ല. അല്ലാഹ്, നമ്മൾ റമളാനിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? റമളാൻ വരുമ്പോൾ തഹജ്ജുദും ഖിയാമൊക്കെ ഉഷാറ. റമളാന്റെ അപ്പുറത്തേക്കും വേണം. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാകട്ടെ. നിഅ്മർ റജുൽ ലൗ കാന യുസല്ലി ബില്ലൈൽ. അത് സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. റൂഹിന്റെ ഇടപെടലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വന്ന് ഭയങ്കര ക്ഷീണം വന്നപ്പോ വീട്ടുകാരോട് പറഞ്ഞു, പരക്കാരെ, എന്റെ നിസ്കാരത്തിന് നേരമാകുമ്പോ നിങ്ങൾ എന്നെ വിളിക്കണം കേട്ടോ. പരക്കാരങ്ങൾ ഉറങ്ങിപ്പോയി, അവർ വിളിച്ചില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയപ്പോൾ ഒരിക്കൽ ഉറങ്ങിപ്പോയൊരു കഥ ഉണ്ട്. ബിലാൽ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ബിലാലെ നമ്മളിപ്പോ ഉറങ്ങണോ? ഉറങ്ങിയാൽ പിന്നെ സുബഹി കിട്ടൂല. അങ്ങനെ ഉണ്ടാവും. വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് രാത്രി 3 വന്ന് കിടന്നുറങ്ങുക, സുബഹി ഖളാ ആക്കിയാൽ പിന്നെ എന്താ പിന്നെ കഥ? ഇപ്പൊ ഈ വേള തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരം വൈകി ചെന്നിട്ട് സുബഹി ഖളാ ആക്കുകയാണെങ്കിൽ പൊന്നാര മുമ്പേ ഇവിടെ ഇരിക്കൽ നിങ്ങൾക്ക് കുറ്റ. പോയി കിടന്നുറങ്ങി സുബഹിക്ക് എഴുന്നേൽക്കാൻ നോക്കണം. അതാണ് മസ്അല. പൊന്നാര ഉസ്താദ് എങ്ങനെ പറഞ്ഞാൽ പിന്നെ വേളത്തിന് ആള് വരുമോ? അങ്ങനെ വരുന്നവർ വന്നാൽ മതിയല്ലോ. അല്ലാതെ ആൾക്കാരെ സുബഹി ഖളാ ആക്കാൻ പറ്റുമോ? കളയാൻ പറ്റുമോ? ഇല്ല. അതാണ് പ്രാധാന്യം. ഫർള് നിസ്കാരം അതിപ്രധാനമുള്ളതാണ്.
അത് സുന്നത്തുകൊണ്ട് ഫർദ് നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പടച്ചവനവന്റെ ഇബാദത്തുകൾ മുഹ്കമും അള്ളാഹുവിന്റെ കിതാബിലെ മുത്തശാബിഹും ഒക്കെ ഈമാനുള്ളവരും അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നവരുമാക്കി റബ്ബ് നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, നിയ്യത്ത് ചെയ്യുക. ഒരു 2 റക്അത്തെങ്കിലും ഞാൻ രാത്രി അള്ളാഹ്ക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഒന്ന് നിയ്യത്ത് ചെയ്യാൻ അല്ലേ. ഫിഫ കപ്പ് നടക്കുമ്പോൾ നമുക്ക് നേരം വെളുക്കോളം ഇരിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ അല്ലേ. ഗോൾഡ് കപ്പ് എന്താ പറയാ, വലിയ വലിയ വേൾഡ് കപ്പുകൾ, അതിന്റെ ഫൈനലുകൾ, ക്രിക്കറ്റും ഫുട്ബോളും, എത്ര ഉഷാറുള്ള ചെറുപ്പക്കാർ യാ അള്ളാഹ് നെസ്കഫിയും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നേരം വെളുക്കോളം കാല് നീട്ടിയിരിക്കുക, ഒരു ഉറക്കോന് വരുന്നില്ല. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. രാത്രി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് നമുക്ക്. എന്താ മുഅ്മിനെ നമ്മുടെയൊക്കെ അവസ്ഥ? നമ്മളൊക്കെ ഇങ്ങനെ ആയാൽ മതിയോ? ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. നമ്മളൊക്കെ അല്ലാഹു തആല അത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇബാദത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരക്കാരോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പറയാ, സുബൈക്കല്ല ഖിയാമുൽ ലൈൽ തഹജ്ജുദിന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം കേട്ടോ. പരക്കാരങ്ങ് ഉറങ്ങിപ്പോയി, അവർ എഴുന്നേറ്റില്ല. ഫഅതാനി ആതിൻ ഫീ മനാമി. ഉറങ്ങിക്കൊണ്ടിരിക്കേ എന്റെ അരികത്തേക്ക് ഒരാൾ വന്നു. ഖും യാ അലാ ഇബ്നു സിയാദ് ഉദ്കുരില്ലാഹ യദ്കുറുക. അലാ, എഴുന്നേൽക്കിൻ, അള്ളാഹിനെ പറ്റി ഓർക്കിൻ, അള്ളാഹു നിങ്ങളെ പറ്റി ഓർക്കും. എന്റെ തലയുടെ മുമ്പിലുള്ള കുറച്ച് മുടി കെട്ടി പിടിച്ചിട്ട് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ പിടിച്ച പിടുത്തത്തിൽ എന്റെ തലമുടിയിലെ മുൻഭാഗം കെട്ടി എഴുന്നേറ്റ് നിന്നു. മുടി കെട്ട്, ചില കുട്ടികളൊക്കെ സ്പൈക്കി ഹെയർ ഇല്ലേ, ഇവിടെ കണ്ട അങ്ങനത്തെ സ്റ്റൈലൊന്നും കാണില്ലല്ലോ, ഉണ്ടല്ലേ? അല്ലാ, ഇഷ്ടം പോലെ ഉണ്ട്. സ്പൈക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുക, മുടിയൊക്കെ ജെല്ലൊക്കെ വെച്ചിട്ട് നിർത്തി ഇങ്ങനെ. എന്റെ മുമ്പിലെ മുടി അങ്ങോട്ട് എഴുന്നേറ്റ് അത് പിടിച്ചിട്ടാ എഴുന്നേൽക്കാൻ പറഞ്ഞു. സ്വപ്നത്തെ എഴുന്നേൽപ്പിച്ചതാ. എഴുന്നേറ്റ് ഇരുന്ന് നോക്കുമ്പോൾ മുടി ഇങ്ങനെ എണീറ്റിക്കഴിഞ്ഞ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ടില്ല. അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാ മുടി ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കുക. അത് സുന്നത്താന്നല്ല ഈ പറയണത് കേട്ടോ. അത് നിങ്ങൾ ആരെ പിൻപറ്റിയിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, അതൊരു സിനിമാ നടൻ ചെയ്ത പണിയാണെങ്കിൽ ഓല് പോണോടത്തേക്കാ നാളെ പോവുക. അതൊരു ക്രിക്കറ്റുകാരൻ ചെയ്ത പണിയാണ്, ഓൻ സ്വർഗത്തേക്കോ നരകത്തേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതാണ്. അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ആലോചിച്ച് ചെയ്താൽ മതി. കോപ്പി അടിക്കാന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാൻ ഈസ് ബൈ നേച്ചർ ഇമിറ്റേറ്റീവ്. അങ്ങനെയാണ്. നമുക്ക് പ്രകൃതിയാ തന്നെ ഒരാളെ കോപ്പി അടിക്കാൻ തോന്നുന്നു, അയാളെ പോലെ എന്ന് തോന്നും. അതിനെ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനെ തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ കണ്ടു അതേപോലെ ജീവിച്ചോ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പി അടിച്ചേക്കും, അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ജീവിച്ചോ എന്ന് പറയാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്. അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാ പറയാ, ഉറങ്ങിക്കിടക്കുന്ന എന്റെ തലയുടെ മുൻഭാഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റിരിക്കുമ്പോ തലയുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ ആ മുടി താഴ്ന്നിട്ടില്ല. കുളിച്ചാലും എപ്പോഴും അത് ആ മുടികൾ അങ്ങനെ ഇവിടുത്തെ ഒരു കെട്ടുമുടി ഇങ്ങനെ സ്പൈക്കായിട്ട് നിൽക്കും വഫാത്താകുന്നത് വരെ. യഹ്യ ഇബ്നു ബിസ്താം റഹിമഹുല്ലാഹ് പറയാണ്, ഞങ്ങൾ അവരെ കുളിപ്പിച്ചു. അലാ ഇബ്നു സിയാദ് ഞങ്ങളെ മയ്യിത്ത് കുളിപ്പിച്ചത് ഞങ്ങളാണ്. ഫലഖദ് ഗസൽനാഹു യൗമ മാത് വഇന്നഹുന്ന ലഖിയാമുൻ ഫീ റഅസിഹി. മരിച്ചപ്പോഴും ഈ മുടി തലയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വപ്നത്തിൽ നടന്നതാ, റൂഹിൽ ഇടപെട്ടതാണ്. അത് ജീവിതകാലം മരിക്കുവോളം ഉണ്ടായി. അലാ ഇബ്നു സിയാദ് തങ്ങളുടെ തലയിൽ ആ മുടി മരിച്ചപ്പോഴും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. മരിച്ചപ്പോൾ അങ്ങനെ നടന്ന എത്ര സംഭവങ്ങൾ ഉണ്ടെന്നാണ്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. സ്വഹാബിയല്ലേ, മുടന്തനായ സ്വഹാബിയ. ബദർ യുദ്ധം നടന്നപ്പോഴാ പറഞ്ഞത്, നബിയെ എനിക്ക് ബദറിലേക്ക് വരണം. മക്കൾ പറഞ്ഞു, വാപ്പാ കാലിന് മുടന്താണ്, യു ലൈം, നിങ്ങൾ കാലിന് മുടന്തുള്ള ആളല്ലേ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല, വാപ്പ വരരുത്. വാപ്പ പറക്കിരുന്നോ, ഞങ്ങൾ പോകാം. ഖാലിദ് എന്ന മകൻ, അബ്ദുല്ലാഹി എന്ന മകൻ, ഇവരൊക്കെ പറഞ്ഞു, വാപ്പ നിങ്ങൾ വരണ്ട, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ പറക്കിരുന്നു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമല്ലല്ലോ. മക്കളെ വാപ്പാക്ക് വരണല്ലോ. വാപ്പാരൊക്കെ പറയും, ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോകണമെന്നോ വേദന കേൾക്കണമെന്നോ. മക്കൾ, വാപ്പ നിങ്ങൾക്ക് വയ്യാത്തല്ല, വാപ്പ നിങ്ങൾ പറക്കിരുന്നോ, വാപ്പ എന്നാ എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ ഉണ്ടാവില്ലേ? സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം കഴിയുകയും ബദരീങ്ങളുടെ മഹത്വം അല്ലാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്തപ്പോ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരുന്നു. ഉഹദ് യുദ്ധം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ പറഞ്ഞു, നബിയേ, ഉഹദ് എന്ന യുദ്ധം, ഇനിയൊരു യുദ്ധം നടക്കാനുണ്ടെങ്കിൽ എന്റെ കാലിന്റെ മുടന്തിന്റെ പേരിൽ എന്നെ തടഞ്ഞു വെക്കാൻ മക്കൾ അനുവദിക്കരുത് നബിയേ. എന്റെ മക്കളോടങ്ങ് പറയണം, വാപ്പാക്ക് പോണമെങ്കിൽ വാപ്പ പൊയ്ക്കോട്ടെ, എന്നെ പോകാനൊന്ന് സമ്മതിക്കണം നബിയേ. മക്കളോട് പറഞ്ഞാ മതി നബിയേ.
യാ അള്ളാ, ഗൾഫ് പോകാൻ അയക്കണം എന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം? യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കണം. എന്താണ് ആ ഈമാനൊക്കെ? പടച്ചറബ്ബേ, നമ്മളൊക്കെ പറയും സ്വഹാബത്തിന്റെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന വലിയ ഉഷാറായി പോയേനെ. ഇതൊക്കെ ആലോചിക്കണം. യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കൊക്കെ പോകാൻ കഴിയോ? നമ്മളൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ? സ്വഹാബത്ത് ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് പറ്റുമോ? ഉഹദ് യുദ്ധം നടക്കുമ്പോൾ മഹാനായ അംർ ഇബ്നു ജമൂഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയി ഷഹീദായി മുടന്തങ്കാലുകൊണ്ട് നബിയോട് പറയുമായിരുന്നു, നബിയേ വല്ലാഹി എനിക്ക് കൊതി തോന്നുന്നു നബിയേ, അൻ അദ്ഖുലൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കണം, ബിഅർജതി ഹാദി, എന്റെ കാലിലെ ഈ മുടന്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കണം നബിയേ. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷഹീദായതിന്റെ ശേഷം അംർ ഇബ്നുൽ ജമൂഹ് എന്നവർ മുടന്തങ്കാല് കൊണ്ട് സ്വർഗ്ഗത്തിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിൽ പോയി ഷഹീദായി. ഉഹദിലെ ഷഹീദാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. ഉഹദ് യുദ്ധത്തിന്റെ പ്രത്യേകത, ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബിമാരെ മറവ് ചെയ്തിട്ടുണ്ട്. ഉഹദിന്റെ താഴ്വര കണ്ടിട്ടില്ലേ, ജബൽ ഉഹദ്. അതിന്റെ താഴ്വരയിൽ ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഒരു വലിയൊരു ഹായിത്ത് ഉണ്ട്. ഇപ്പോൾ ഒരു കെട്ടിന്റെ ഒരു ബൗണ്ടറി, അതിൽ ഹംസ റളിയല്ലാഹു അൻഹു മറ്റ് പ്രമുഖരായ സ്വഹാബിമാരുണ്ട് അവിടെ. നമ്മൾ പറയും അവിടുത്തെ ഖബർ ഇപ്പൊ എന്തേ പൊന്തിക്കാഞ്ഞത്? സ്വഹാബത്തിന്റെ ഖബർ, അതല്ലെങ്കിൽ ജന്നത്തുൽ ബഖീഇലേത് ജന്നത്തുൽ മുഅല്ല, അവിടെ കിടക്കുന്നത് മുഴുവൻ VIP-കളല്ലേ? എല്ലാരും VIP-കളല്ല. ആരുടെ പൊന്തിക്കുക? സ്വഹാബത്തിന്റെ കാലത്ത് എല്ലാരും. നമ്മുടെ ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം. അത് സാധാരണക്കാരെ പോലെ ആയിപ്പോകരുത്. അതിനെ അടയാളപ്പെടുത്താൻ അത് ഉയർത്തിവെക്കാൻ പറഞ്ഞത്. അത് വേണ്ടെന്ന് പറഞ്ഞ ഹദീസുകൾ മുഴുവനും പഠിച്ച ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം. അവരുടെ സിയാറത്ത് കൊണ്ട് മൻഫഅത്ത് വേണം. സ്വഹാബത്തിനോട് എന്തുകൊണ്ട് ചെയ്തിട്ട്? എല്ലാവരും VIP-കളല്ലേ? ആരുടെ ബുക്ക് എല്ലാവരും. അതുകൊണ്ട് ജന്നത്തുൽ ബഖീഉം ജന്നത്തുൽ മുഅല്ല ഒക്കെ അങ്ങനെ കിടക്കുന്നത്. അവരിൽ VVIP അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബയിൽ. ഒരു ഖബറിൽ രണ്ട് സ്വഹാബിമാരെ കടത്തിയിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിലാണ്. എന്റെ വാപ്പയെയും അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. അന്ന് ജാബിർ തങ്ങൾക്ക് വയസ്സ് 18 17 വയസ്സാണ്. വാപ്പാനെ മറവ് ചെയ്ത് കണ്ടു. വാപ്പയെ താഴെ കിടത്തി, നേരെ മേലെയാ കിടത്തിയത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ. ബഹുമാനപ്പെട്ടവര് മരിക്കുമ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ചിട്ടാണ് മരിച്ചത്. ആര്? ഷഹീദായത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. നെറ്റിയിൽ ഒരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ ശക്തമായ ചോര വന്നപ്പോ കൈ കൊണ്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ അടച്ചു പിടിച്ച് കിടന്നതാ. ആ കിടപ്പിൽ ഷഹീദായി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉലമാ ഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പ്രബലമായ അർത്ഥശങ്ക കിടമില്ലാത്ത സംഭവമാണ്. നമ്മൾ അങ്ങനത്തെ ഒന്നല്ല വിളിച്ചു പറയുന്നത്. ആധികാരികമായ ഒരു സദസ്സാണ്. ഒരു മൈക്കിന് മുമ്പെന്ന് ഞാൻ പറയാണ്, ഇത് നമ്മൾ ആധികാരികമായി ഇവിടെ പറയാൻ പറ്റൂ. അതുകൊണ്ട് മുഅ്മിനെ ഒരു സംശയം വേണ്ടാത്ത സംഭവമാണിത്. സ്വഹാബിയല്ലേ, നെറ്റിയിൽ കൈവച്ചുകൊണ്ടാ കിടന്നത്. പക്ഷേ യുദ്ധമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മറവ് ചെയ്യാൻ കൊണ്ടുവരുമ്പോ കൈ നിർത്തിയിട്ട് നിവരുന്നില്ല. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മിഫ്സലുകൾ നേരെയാക്കി കൊടുക്കണ്ടേ, കണ്ണ് ചിമ്മി കൊടുക്കണം. എന്റെ അങ്ങനെ അങ്ങ് മരിച്ച് ശരീരം ഫ്രീസായി പോയാൽ പിന്നെ നിർത്തിയ നീരൂല. അംർ ഇബ്നു ജമൂഹയുടെ കൈ അങ്ങനെ കഫൻ ചെയ്ത് മറവ് ചെയ്ത സ്വഹാബിയാണ്, മറവ് ചെയ്യപ്പെട്ട സ്വഹാബി അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു. അപ്പൊ മേലെ അവരെ കടത്തിയത് കൈ ഇങ്ങനെ കടന്നത് നെറ്റിയിൽ, മറ്റേത് ശരിയാ ഒരു കൈ ഇങ്ങനെയായിരുന്നു. ഇതേ ജാബിർ റളിയല്ലാഹു അൻഹു 58 വയസ്സുള്ളപ്പോ 40 വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്. ഉഹദ് മലയിൽ ശക്തമായ മഴ പെയ്തപ്പോ, മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോ മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു. ഉഹദ് മലയിൽ നിന്ന് ആ വെള്ളം ഒഴുകി വന്നത് മഹാന്മാരായ സ്വഹാബിമാർ ഉഹദിലെ ശുഹദാക്കൾ കിടന്ന ഖബറിന്റെ മുകളിലൂടെയാണ്. വെള്ളം കൊണ്ട് ഒലിച്ചപ്പോ ഒരുപാട് ഖബറിന്റെ മേലത്തെ മണ്ണങ്ങ് നീങ്ങിപ്പോയി. ഒരുപാട് ഖബർ പുറത്തായി. നോക്കുമ്പോൾ അവരൊക്കെ അതേപോലെ കിടക്കുന്നുണ്ടെന്ന്. അതാ ഏറ്റവും വലിയ അത്ഭുതം. എല്ലാവരെയും എടുത്തു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും എടുത്തു, കൊണ്ടുവന്നു. രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവരിക. അങ്ങനെ ഖബർ തുറന്നതിലുണ്ട് എന്റെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിന്റെ ഖബറും റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരും കിടന്ന ആ ഖബറും പുറത്തായിട്ടുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെയും എന്റെ വാപ്പയെയും രണ്ടാമതൊന്ന് കഫൻ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന് കിടത്തി. കൈ ഇങ്ങനെ ഒരു കുഴപ്പം. 40 കൊല്ലം കഴിഞ്ഞിട്ട്, 40 വർഷം കഴിഞ്ഞ് സ്വഹാബിമാരുടെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല.
എന്താ മുഅ്മിനെ, എന്താണിത്? ഭൗതിക നിയമങ്ങൾ അല്ലാഹു പൊളിച്ചെഴുതുക. മണ്ണിൽ വെച്ച അലിയണം, ചിലത് അല്ലാഹു തൊടാൻ സമ്മതിക്കൂല. ചില മണ്ണുകളോട് പറയും തൊടണ്ട, അവിടെ കിടന്നോട്ടെ. രണ്ടായത്തിലാ ഖുർആൻ പറഞ്ഞത്, ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയ ആളുകൾ അങ്ങനെയാണ്. അവർ മരിച്ചവരാണെന്ന് വിചാരിക്കല്ല, ജീവിച്ചിരിപ്പുണ്ട്. ഹയാത്തൻ തലീഖു ബിഹിം, അവരവരോട് യോജിച്ച ഒരു ഹയാത്ത് അല്ലാഹു അവർക്ക് കൊടുക്കുന്നുണ്ടെന്നേ മനസ്സിലാക്കാൻ പറ്റൂ. അവർ ചോറയ്ക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവർക്ക് ജീവനുണ്ട്. സ്വഹാബിമാൽ കാണിച്ചു തരാം അല്ലാഹു തആല. റൂഹിന്റെ ഇടപെടൽ നോക്കണം. അംർ ബിൻ ജമൂഹ് തങ്ങളെ രണ്ടാമത് മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴും കൈ നെറ്റിയിലാണ്. ആ കൈയൊന്ന് നിവർത്താൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് നിവരാത്ത കൈ ഞാനൊന്ന് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ കൈ ഇങ്ങോട്ട് വന്നു. പക്ഷേ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞങ്ങൾ മുഴുവനും കണ്ടുവന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സ്വഹാബിയുടെ മയ്യത്താണിത്. അവിടെ തന്നെ വെച്ചു കൈ, ചോര വന്നു നെറ്റിയെന്ന്. ഇതൊന്നും ഭൗതിക സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റൂല. ആലമിൽ ബർസഖിൽ അത്ഭുതങ്ങളാ. ചിലതൊക്കെ അല്ലാഹു കാണിച്ചു തരും. ലോകത്ത് നൽകുന്ന മുഴുവൻ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മുഅ്മിനീങ്ങൾക്ക് സാമ്പിൾ മതി. യുക്തിവാദിക്ക് ഞാൻ 1000 പറഞ്ഞു കൊടുത്താലും തിരിയൂല. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നിലർത്തി തരുമാറാകട്ടെ. അങ്ങനെ മറവ് ചെയ്തു രണ്ടാമത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയെ അംർ ബിൻ ജമൂഹ് തങ്ങൾ. 40 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് റാഷിദക്ക് ശേഷം ഭരിച്ച മഹാനല്ലേ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം ഭരണം നടത്തുന്ന 45 വർഷങ്ങൾക്ക് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയ അമീർ മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. അവര് മദീനയിലേക്ക് ഒരു കനാലിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയിരുന്നു. മദീനത്തേക്ക് ഇറിഗേഷൻ, വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാൽ കീറാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ കനാൽ കീറുമ്പോ ശുഹദാഇന്റെ ഖബറൊക്കെ കിടക്കുന്ന ഭാഗത്തിന്റെ അരികിലൂടെയാണ് കനാൽ കീറിപ്പോയത്. കീറി നോക്കുമ്പോ കനാലിൽ ചോര കാണുന്നു. സ്വഹാബത്ത് പണിക്ക്, താബിഈങ്ങൾ ജീവിച്ചിരിക്കുന്ന കാല, സ്വഹാബികളുള്ള കാലമാണ്. പണിയൊക്കെ നിർത്തിവെച്ചു. ഖബർ മണ്ണെന്ന് ചോര. നമുക്കൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ നാടുകളിൽ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മളെ നാട്ടിലില്ലേ? നമ്മുടെ മഹാന്മാരായ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മഖാമുകളൊക്കെ നാട്ടിൽ ഉണ്ടായതൊക്കെ അങ്ങനെയല്ലേ? അറിയപ്പെടാതിരുന്ന ആളുകൾ മണ്ണ് കുഴിക്കുമ്പോഴാണ് കാണുക. അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ അടയാളങ്ങൾ വെച്ചു കൊടുക്കല്ലേ? നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകും? ആ മണ്ണിൽ നിന്ന് ചാലുന്ന ചോര വന്നപ്പോൾ നിർത്തിവെച്ചു. മഹാനായ സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇവരെ കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു. അവരിറങ്ങിയിട്ട് മണ്ണ് നീക്കി നോക്കുമ്പോ ഫഇദാ ഹുവ ഖദമു ഹംസ റളിയല്ലാഹു തആല അൻ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ഈ മണ്ണ് വെട്ടിയപ്പോൾ ഒരാളിന്റെ മൺവെട്ടി തട്ടിയിട്ട് ചോര വന്നതാ. അല്ലാഹു കാണിച്ചു കൊടുക്കായിരുന്നില്ലേ? ഇത് 50 കൊല്ലങ്ങൾക്ക് ശേഷം സയ്യിദു ശുഹദാ വബിഹംസതൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഒരു ജീവൻ, റൂഹിന്റെ സജീവമായ സാന്നിധ്യം ആ ഖബറിൽ ആ മയ്യത്തിന്റെ കൂടെ അല്ലാഹു കൊടുത്തിരിക്കുന്നു. എന്തിനേറെ പറയണം, പിൽക്കാലങ്ങളിൽ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളയുടെ ചരിത്രം പറയുന്ന കിതാബുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സഞ്ജൂഖി ഒരു ഭരണത്തിൽപ്പെട്ട ഒരു രാജാവ് ഭരണം നടത്തുന്ന കാലത്ത് മദീനത്തെ റൗള ഷരീഫിൽ ജൂതന്മാർ ഹബീബിന്റെ ശരീരം തുരന്നു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹബീബിന്റെ ശരീരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം റൗള ഷരീഫിൽ നിന്ന് പുറത്തുനിന്ന് തുളച്ചിട്ട് 3 കറുത്ത വർഗക്കാരായ ആളുകൾ, അവർ അൾജീരിയക്കാരായിരുന്നു എന്നാണ് എന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ളത്. അവര് വന്ന നല്ല മുത്തഖീങ്ങളായി വന്ന മനുഷ്യന്മാർ ഒരു ടെന്റ് കെട്ടി താമസിച്ചു മദീനയിൽ. എന്നിട്ട് മദീനത്തെ റൗള ഷരീഫിന്റെ അരികത്തിൽ നിന്ന് തുളക്കുകയാണ്. എങ്ങോട്ട്? റൗള ഷരീഫിലേക്ക് ഗുഹ ഉണ്ടാക്കുക. എന്തിന്? അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ, അത് എടുത്തു കൊണ്ടുപോകാൻ.
പരിശുദ്ധ ഹബീബിന്റെ റൗദയിൽ മോഷണത്തിൽ രണ്ട് പ്രാവശ്യത്തിലേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഹബീബ് സ്വപ്നത്തിൽ അറിയിച്ചു കൊടുക്കുക രാജാവിന്, എന്റെ പള്ളിയിലേക്ക് വന്നു പോകുന്ന ആൾ നോക്കണം, അവൻ എന്റെ ഖബർ തുറക്കാൻ വരുന്ന ആളെ പിടികിട്ടുന്നില്ല. രാജാവ് ആസ്ഥാനത്തിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് മദീനത്തേക്ക് വന്നു. സ്വപ്നത്തിൽ ആളെ കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ആളാണ്, 3 പേരെ കാണിച്ചു കൊടുത്തു. ഇവരാണ് ഈ പണി ചെയ്യുന്നത്. രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, മദീനക്കാർ മുഴുവനും വരണം, എല്ലാവർക്കും എന്റെ വക സമ്മാനമുണ്ട്. എല്ലാവർക്കും ഹദിയ കൊണ്ടുവന്നു രാജാവ്. ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് കൈ കൊണ്ട് വാങ്ങിച്ചു പോണെന്ന് മുഖം നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാ. എല്ലാവരും സമ്മാനം വാങ്ങിച്ചു പോയി. ഈ 3 ആളും വന്നില്ല. പടച്ചോനെ, എനിക്ക് ഹബീബ് കാണിച്ചു തന്ന 3 ആൾ എത്തിയിട്ടില്ലല്ലോ. അപ്പോ ആളയച്ചു, ഇനി മദീനത്തെ ആരെങ്കിലും വരാനുണ്ടോ? പറഞ്ഞ കുറച്ച് രോഗികളുണ്ട്, കുറച്ച് പ്രയാസം, അവരൊക്കെ കൊണ്ടുവരിന്ന് പറഞ്ഞു. എല്ലാരും കൊണ്ടുവന്നു. അവരൊക്കെ ഹദിയ വാങ്ങി. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട്, ഇവിടെ ഇനിയും ഇവിടെ വരാൻ ആളുകൾ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ആളയച്ചു, പോലീസുകാരോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. 3 ആളെ കിട്ടി. രാജാവ് 3 ആളുകളുണ്ട്, അവരോട് വരാൻ പറഞ്ഞിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് രാജാവിന്റെ ഹദിയൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്ത് കൂടാൻ വേണ്ടി വന്നവരാ, ഞങ്ങൾ വരുന്നില്ല എന്നാ പറഞ്ഞു. ആബിദീങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. 3 പേരെയും കൊണ്ടുവന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ 3 പേരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത മുഖസാദൃശ്യമുള്ളവർ. നിഷേധിച്ചവര്, ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല. രാജാവ് വീണ്ടും ചോദിച്ചു, അവർ സമ്മതിച്ചു, ഞങ്ങൾ ഈ പണി ചെയ്യായിരുന്നു. ആരിടപെട്ട് കൊടുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടത്. അന്നൊരു ജൂതൻ മുസല്ല വന്ന് വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ മാന്തിയെടുക്കാനാണ്. രാത്രി മണൽ ചാക്ക് കൊണ്ടുപോകും. രാവിലെ വന്ന ആദ്യം അദ്ദേഹം മുസല്ല വിരിച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ചതിപ്രയോഗം നടന്നപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് സ്വപ്ന ദർശനം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റൗള ഷരീഫിന് കാണുന്ന കെട്ട്, റൗളയുടെ ഇന്നത്തെ കെട്ടിടം ഉണ്ടാകുന്നത്, അതിന്റെ തുടക്കം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അന്ന് മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ വന്നിട്ട ഒരു ജൂതന്മാർക്കറിയാം അംബിയാഇന്റെ തടി അല്ലാഹു തആല മണ്ണിന് തിന്നാൻ കൊടുക്കൂല. നമുക്കല്ലേ ഇത് വിശ്വാസമില്ലാത്ത നമ്മൾ ചില ആളുകൾക്ക്? ജൂതന്മാർക്കറിയാം. വർഷങ്ങളായി വഫാത്തായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ശരീരം മണ്ണ് തൊടില്ലെന്ന് ജൂതന്മാർക്കറിയാം. ഇത് ഇവിടുന്ന് കൊണ്ടുപോയാൽ മുസ്ലിം ലോകത്തിന് അള്ളാഹു പരാജയം വരുത്തുമെന്ന് അവർ വിചാരിച്ചിരിക്കണം. കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. സ്വപ്ന ദർശനം കൊടുത്തു, പിടിക്കണം അയാളെ. നോക്കുമ്പോൾ നല്ല തലപ്പാവ് വെച്ച് തന്ന മുസ്ലിമാണെന്ന് അഭിനയിച്ചു വന്നിരുന്ന ആളാ. സുബ്ഹാനല്ലാഹ്. പിടിച്ചു, അയാളെ ശിക്ഷിച്ചു മാതൃകാപരമായി. എന്നിട്ട് റൗളയുടെ ചുറ്റും കിടങ്ങ് കുഴിക്കാൻ വേണ്ടി, ആ കിടങ്ങ് കുഴിച്ചതിൽ നേരത്തെ ഉഹദിൽ നടന്ന പോലെ ആ കിടങ്ങ് തറ കീറുന്ന സമയത്ത് തറയിൽ ചോര കണ്ടു. 100 സ്വഹാബിമാരെന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ആ ചോര കണ്ടു. ആ രക്തം കണ്ടപ്പോ പണി നിർത്തിവെച്ചു. ഉലമ അവിടെ വന്ന് പരിശോധിച്ചു നോക്കി. കാലിങ്ങനെ മണ്ണ് നീക്കുമ്പോൾ ഫഇദാ ഹുവ ഖദമു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലായിരുന്നു. കട്ട് ചെയ്തപ്പോ കാലിന് മൺവെട്ടി തട്ടിയതാണ്. ലോകപ്രസിദ്ധമായ അനുഭവങ്ങളല്ലേ ഇതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റൂഹിനെ ഈ രീതിയിൽ മനുഷ്യ ശരീരത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളിൽ അത്ഭുതം കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അല്ലാഹു നിലനിർത്തുന്നുണ്ട്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഇതെന്റെ എന്റേതാണ്, എന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്. അതിന്റെ കഴിവുകൾ ഭയങ്കരമാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് മനുഷ്യൻ റൂഹിനെ കണ്ടു തുടങ്ങുമെന്നാണ്. അതുവരെ കാണാത്ത മനുഷ്യൻ മരണമായി കഴിഞ്ഞാൽ റൂഹിനെ കണ്ടു തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അതുവരെ കണ്ടിട്ടില്ല റൂഹിനെ. എത്രയോ ആളുകൾക്ക് മരണത്തിന്റെ തൽക്കീൻ ചൊല്ലി കൊടുക്കുന്ന നേരത്ത് അവര് പറഞ്ഞിട്ടുണ്ട്, ആ മലക്കുകളെ വന്നിരിക്കിൻ, നിങ്ങൾ എവിടെ നിന്ന് വരെയാണ്? അവരോട് കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഉലമ രേഖപ്പെടുത്തിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ പോകുന്ന സമയം ഇങ്ങനെ പറയാണ്, ഇവിടെ ഇരിക്കിൻ, ഇങ്ങോട്ട് ഇരുന്നേക്കിൻ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക്
കാലിടറാത്ത വിധം അല്ലാഹു തആല ഇൽഹാം ചെയ്തു കൊടുക്കുന്നു ഉത്തരങ്ങൾ. അല്ലാഹു മുഅ്മിനീങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വഫാത്ത് ആസന്നമായപ്പോൾ അവരുടെ ഒരു ഖുബ്ബയുടെ താഴെയാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ യാത്ര പറയാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കടക്കിൻ. എല്ലാവരും പുറത്തു കടന്നു. രോഗം ചികിത്സിക്കാൻ വന്ന ഒരു ഡോക്ടർ മാത്രം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കാൻ. രാജാവല്ലേ, ഭരണാധികാരിയാ, ഖലീഫയാണ്. ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം. ബഹുമാനപ്പെട്ടവരുടെ കട്ടിൽ അവരും തൊട്ടരികത്ത് ഡോക്ടർ ഇരിക്കുന്നത് ഇങ്ങനെ ഓതുന്നുണ്ട്. എന്താ ഓതുന്നത്? സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതുക ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ ആയത്തിനെ ഓതി. എന്താ ആയത്തിന്റെ അർത്ഥം? തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകം എന്ന നാളെയുടെ ജീവിതം, നജ്അലുഹാ, ആഖിറത്തിന്റെ വിജയം നാം നൽകുന്നത് ആർക്കാണ്? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നവർക്കാണ്. ഫിത്നയും ഫസാദ്, ഞങ്ങളെ കൊണ്ട് മദ്രസ ഊരിയേക്കാൻ പാടില്ല, ഞങ്ങളെ കൊണ്ടൊരു നാട്ടിൽ അടിപിടി ഉണ്ടാവരുത്, ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം. ഉലുവൻ, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക്, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക്, ഭൂമിയിൽ ഫിത്ന ഉണ്ടാവരുത് എന്ന് കൊതിക്കുന്നവർക്ക്, അവർക്കാണ് തിൽക്കദ്ദാറുൽ ആഖിറ, അവർക്കാണ് പരലോകം. അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. മുഅ്മിനെ ഉറക്കാമീൻ പറയുന്ന അല്ലാഹു നമ്മയൊക്കെ സഹായിക്കട്ടെ. ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, മാ അൻതും ബിഇൻസിൻ വലാ ജാൻ, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. ആരാ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ ആയത്താണ് ഓതി. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ആഖിബത്തുള്ളത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. എന്നിട്ട് പറഞ്ഞപ്പോ ഡോക്ടർ അങ്ങോട്ട് പുറത്തിറങ്ങിപ്പോയി. അവർക്ക് മനസ്സിലായി സംഗതി മറ്റാരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, പുറത്തു നിൽക്കുന്ന ഞങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരിൻ എന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ? തൊട്ടരികത്ത് ഇങ്ങോട്ട് വരിൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ. ചെന്ന് നോക്കുമ്പോഴേക്കും വഫാത്തായിട്ടുണ്ട്. അതിന് മുമ്പ് തൊട്ട് ഓതിയത് ഈ ആയത്ത്, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, ജിന്നുകളല്ലല്ലോ. ആരാ അവിടെ വന്നത്? അല്ലാഹുവിന്റെ മലക്കുകളാണ്. കണ്ണുകൊണ്ട് കാണുക. ദുനിയാവിൽ നിന്ന്, മനുഷ്യന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് റൂഹ് ഇങ്ങനെ വേർപിരിയാൻ ഒരുങ്ങുമ്പോഴേക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുക കണ്ണുകൊണ്ട് കാണാത്തത് അല്ലാഹു തആല മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു. ഹദീസില്ലേ, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരിച്ചാൽ കണ്ണിങ്ങനെ തുറന്നു നിൽക്കുന്നത് എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ ആത്മാവിനെ കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ കണ്ണ്, ആത്മാവ് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നേക്കും. ചില ആളുകൾക്ക് അങ്ങനെ, എല്ലാവരും നോക്കുന്നല്ല അതിനർത്ഥം, ചില ആളുകൾ നോക്കി നിൽക്കും. താഴ്ത്തി കൊടുത്തേക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിനെ പിരിയാനാവുന്നുള്ളൂ, അപ്പോഴേക്കും കാണുകയാണ്. അതുവരെ കാണാത്ത മലക്കുകളെ കാണുന്നുണ്ടല്ലോ. മഹാനായ ഖൈറുൻ നസ്സാജ് റഹിമഹുല്ലാഹ്, വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെത്. മരണത്തിന്റെ നേരത്ത് അവര് പറയാൻ, ഇസ്ബിർ ആഫാകല്ലാഹ്, ഒന്ന് ക്ഷമിക്ക് സഹോദര, അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. മരിക്കാൻ പോകുമ്പോൾ പറയണം, ഇങ്ങനെ മുഅ്മിനീങ്ങൾ മരിക്കുക. നിങ്ങൾ ഏതൊരു ദൗത്യത്തിന് വന്നിട്ടുണ്ടോ ആ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുക തന്നെ ചെയ്യും. നിങ്ങൾ ഒന്ന് ക്ഷമിക്കും, ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാൻ പറ്റാത്ത ചില അവസരം വരും. എന്താ അള്ളാഹു പറഞ്ഞു? നിസ്കരിക്കാൻ. ഇതൊന്നും എനിക്ക് പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾ വന്ന് എന്റെ റൂഹിനെ പിടിക്കാനല്ലേ, അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഇസ്ബിർ, അറബികളൊക്കെ പറയല്ലേ സബർ, ഒന്നല്പം ക്ഷമിക്ക്.
യാ അല്ലാഹ്, ഖൈറുൻ നസ്സാജ് മശ്ഹൂറായ ഉലമാഇന്റെ ലോകത്ത് മശ്ഹൂറായ സംഭവം പറഞ്ഞ വാക്കാണത്. ഒന്ന് ക്ഷമിക്ക്, നിങ്ങൾ വന്നത് എന്തായാലും നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. എന്നോട് ചെയ്യാൻ പറഞ്ഞ് എപ്പോഴും പറ്റൂലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരൂലേ, ഒന്ന് ക്ഷമിക്കിൻ. എന്നിട്ട് തന്റെ മുരീദന്മാരോട് ആംഗ്യം കാണിച്ച് കുറച്ച് വെള്ളം കൊണ്ടുവരും, എനിക്കൊന്ന് ഒതു കൊടുത്തു തരണം. ഒതു കൊടുത്തു. കിടന്ന കിടപ്പിൽ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് എന്താണോ പടച്ചോൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തേക്കിനെന്ന് പറയുന്നത് കേട്ടു. നോക്കുമ്പോ മരിച്ചിട്ടുണ്ട്. ആരോടായി പറഞ്ഞത്? റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനോട്. എന്റെ മുഅ്മിനേ, ഇത് റൂഹ് ശരീരത്തിന് പുറപ്പെടാനാകുമ്പോഴേക്കും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഖബറിലെത്തുന്ന അവസ്ഥ എങ്ങനെ? അത് മുഅ്മിനീങ്ങളുടെ അനുഭവങ്ങളാണ്. ഇബ്നു അബി ദുനിയ തങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുഭവം പറയുന്ന ഭാഗത്ത് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ മരിക്കുന്ന അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട്, അജ്ലിസൂനി, എന്നെ ഇരുത്തി തരൂ. അപ്പോൾ ഇരുത്തി കൊടുത്തു. അനല്ലദീ അമർതനി ഫഖസ്സറത്, പടച്ചവനെ നീ എന്നോട് ഒരുപാട് കൽപ്പിച്ചിരുന്നു പടച്ചവനെ പലതും ചെയ്യാൻ, ഞാനാണ് വീഴ്ച വരുത്തിയത്. അല്ലാഹ് വനഹൈതനി ഫഅസൈത്, നീ എന്നോട് അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് പടച്ചവനെ നിന്റെ വാക്ക് കേൾക്കാതെ നിന്നോട് തെറ്റു ചെയ്തത്. 3 പ്രാവശ്യം പറഞ്ഞു. അനല്ലദീ അമർതനി ഫഖസ്സറത് വനഹൈതനി ഫഅസൈത്, അനല്ലദീ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് വീഴ്ച വരുത്തിയത് എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു, വലാകിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, പക്ഷേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ثم رفع رأسه, കണ്ണിങ്ങനെ ഉയർത്തി. നേരത്തെ പറഞ്ഞ രംഗമാണ്. കണ്ണിങ്ങനെ സൂക്ഷിച്ച് മേലോട്ട് നോക്കുന്നുണ്ട്. അവർ ചോദിച്ചു, ഇന്നക ലതൻദുറു നദറൻ ശദീദൻ യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ നോക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ നോക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇന്നി ലഅറാ ഹദറ, ഞാൻ ഇവിടെ ചില ആളുകളെ കാണുന്നുണ്ട്. മാഹും ബിഇൻസിൻ വലാ ജിൻ, അവർ മനുഷ്യരല്ല, ജിന്നുകളല്ല, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ആയത്ത് ഓതിയത്. എന്നിട്ടാണ് വഫാത്താകുന്നത്. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ സുബഹി വാങ്കിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാങ്ക് വിളിക്കുന്ന മനുഷ്യൻ മുഅദ്ദിന് വാങ്ക് വിളിച്ചപ്പോ സുബഹിന്റെ വാങ്കിന് ജവാബ് കൊടുത്തിട്ടല്ലേ ശംസുൽ ഉലമ വഫാത്തായത്. എന്റെ സുഹൃത്തിന്റെ വാപ്പ അന്ന് ശംസുൽ ഉലമയുടെ റഹ്മഹുള്ളയുടെ കൂടെ അന്ന് റൂമിലുണ്ട്, ഖാദിമായിട്ടുണ്ട്. വേങ്ങരയുള്ളൊരു മഹാനായ മനുഷ്യൻ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. നേരിട്ട് ഞങ്ങൾക്ക് പറഞ്ഞെന്ന അനുഭവമാണ്. ഖൈലിമോണ്ട് ചൊല്ലിയിട്ട വഫാത്താകുന്നത്. നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടക്കുന്നത്? മഹാന്മാർ ജീവിതത്തിൽ ശുദ്ധത വരുത്തിയ ആളുകൾക്ക്